ഹലോ ഗൈസ്. എവറി ഡേ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഡേ ടു ഡേയിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബാക്കോട്ട് അടിക്കുക തന്നെ ചെയ്യും. അതിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ 2025 ചെയ്ത പോലെ ആയിരിക്കില്ല 2026 നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അതേപോലെ 2012 നമ്മൾ ചെയ്ത മെത്തഡ് ആയിരിക്കില്ല നമ്മളിപ്പോൾ 2027 28 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് കീ പോയിന്റ് എന്ന് പറയുന്നത്. മറ്റുള്ള ഫീൽഡ് പോലെയല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെയിലി അപ്ഡേറ്റ്സ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ടാവും, അതേപോലെ ഗൂഗിൾ ത്രൂ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ടാവും, അതേപോലെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ടാവും, സോഷ്യൽ മീഡിയ ലൈക്ക് കണ്ടന്റ് ക്രിയേഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ടാവും. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയൻ്റെ അൽഗോരിതംസ് എപ്പോഴാണ് മാറുക. ഗൂഗിളൊക്കെ ഇപ്പോൾ SEO ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും സെർച്ച് എഞ്ചിൻ്റെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് വരിക, എപ്പോഴാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ടി വരിക, ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഫീൽഡിൽ അപ്ഡേറ്റ് വരുന്നത്, ഓൺ ദ സ്പോട്ടിൽ ആരാണോ പഠിക്കുന്നത്, ഓൺ ദ സ്പോട്ടിൽ ആരാണോ അത് കൂടുതൽ അതിനെക്കുറിച്ച് നോളജ് ഏൺ ചെയ്യുന്നത്, അവർക്കായിരിക്കും എപ്പോഴും മാർക്കറ്റിൽ മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 2026 നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതൊക്കെ സെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഫസ്റ്റ് വൺ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എല്ലാം നമ്മുടെ കോഴ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്. നമ്മൾ എന്തായാലും ഒരു വെബ്സൈറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു ലാൻഡിങ് പേജ് എങ്കിലും നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് നമുക്ക് പെയ്ഡ് ആഡ്സ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാനായാലും ഒരു ഒഫീഷ്യൽ ഒരു പ്രൊഫഷണാലിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ലീഡ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനും ഈ വെബ്സൈറ്റിന് പറ്റും. എന്ന് വെച്ചാൽ നമ്മളൊരു ഹൈ എൻഡ് ആനിമേഷനൊക്കെ ആഡ് ചെയ്ത് ഒരു ബിഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒരു സിമ്പിൾ വെബ്സൈറ്റ് നമ്മുടെ കമ്പനീനെ കുറിച്ച് അബൌട്ട് അസ്, അതേപോലെ നമ്മുടെ കമ്പനീൻ്റെ ലൊക്കേഷൻ, ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യലും അതിൽ റിവ്യൂസ് ഒക്കെ ആഡ് ചെയ്യുക, നമ്മുടെ സർവീസസ് ആഡ് ചെയ്യുക, അതിൽ നമ്മുടെ കുറച്ച് ഗാലറി ഇമേജസ് ആഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഒരു സിമ്പിൾ വെബ്സൈറ്റ് നമ്മളൊരു അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ബിസിനസ് അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അവിടെ കാണിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഇനി ഡയറക്റ്റ് ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പം എൻ്റെ കമ്പനീൻ്റെ പേര് ABC എന്നാണെങ്കിൽ ഇപ്പോൾ ABC എന്ന് അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ പേര് അവിടെ വരിക, നമ്മുടെ വെബ്സൈറ്റ് അവിടെ വരിക എന്നുള്ളത് 2026 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് GMB, ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയും. എന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, GMB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പല ഉപയോഗങ്ങളുണ്ട്. നമുക്ക് GMB എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, GMBയിൽ എങ്ങനെ നമ്മുടെ പ്രൊഫൈലിൽ എങ്ങനെ ഇമേജസ് ആഡ് ചെയ്യാം, എങ്ങനെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കാം, എങ്ങനെ നമുക്ക് ബ്ലോഗ് പോസ്റ്റ്, അതേപോലെ ആർട്ടിക്കിൾസ്, അപ്ഡേറ്റ്സ്, അതേപോലെ നമ്മുടെ അബൌട്ടസ് എങ്ങനെ GMBയിൽ കൊടുക്കാം, നമ്മുടെ സർവീസസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് ഈസിയായി ആരെങ്കിലും നമ്മുടെ ബിസിനസ് ഒരു ടൗണിൽ നിന്ന് അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ് ഫസ്റ്റ് വരാൻ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, SEO കോഴ്സിൽ. ഓക്കെ, പക്ഷെ നമ്മൾ ഇതൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമുക്കിപ്പോൾ GMB എന്നുള്ള ഒരു സംഭവം എന്തായാലും കമ്പനിക്ക് 2026 മസ്റ്റായിട്ട് വേണം. മൂന്നാമത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. സോഷ്യൽ മീഡിയാസ് പണ്ടും ഇപ്പോഴും എപ്പോഴും അത് സോഷ്യൽ മീഡിയ മാനേജ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്, ഐ മീൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ത്രൂ തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ 70%, ഐ വുഡ് സേ 70%-ഓളം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ, എന്നുവെച്ചാൽ ഓരോ നാട്ടിനും അതിൻ്റെതായ രീതിയിൽ ഉള്ള മാർക്കറ്റ്സും എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്തെടുക്കാം, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രം 70%-ഓളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ത്രൂ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, നമുക്കിപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളെ പോലെയല്ല. പുറത്തുള്ള രാജ്യങ്ങൾ, ഐ മീൻ ഇപ്പോൾ ദുബായ്, UAE, അതേപോലെ ഖത്തർ, സൗദി, കാനഡ, ഇങ്ങനെയുള്ള പുറം നാടുകൾ, പുറം രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പോലെയല്ല നമ്മുടെ നാട്ടിലുള്ള മെത്തേഡ് നടക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വളരെ പിന്നിലാണെന്നല്ല, എന്ന് വെച്ചാലും എന്നാലും മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഗൂഗിളിൽ ആരെങ്കിലും പോയി സെർച്ച് ചെയ്യാനോ ഉള്ള ഒരു ഇൻറ്റഗ്രിറ്റി വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓൾഡ് നോളജ് ഇപ്പോഴും ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പുതുതലമുറ വരുമ്പോഴത്തേക്ക് അത് സെറ്റാവും കംപ്ലീറ്റ്ലി. പക്ഷെ ഇപ്പോഴുള്ള നിലവിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഗൂഗിളിൽ കയറി ഒരു വെബ്സൈറ്റിൽ കയറി സാധനം മേടിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു 90%-ഓളം ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10%-ഓളം ആളുകൾ ഇപ്പോഴും അവർക്കത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു വെബ്സൈറ്റിൽ കയറി സാധനം ഓർഡർ ചെയ്യണം, ഇതൊക്കെ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്.
സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ ബിസിനസ് എന്താണ്, നമ്മുടെ ബിസിനസ് ഇപ്പം പിന്നെ ഏജ് ഫോക്കസ്ഡ്, ഇപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തില്ല. ഇപ്പോൾ ഒരു സലൂണൊക്കെ നടത്തുന്ന ആളാണ് യങ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ ബ്യൂട്ടി കെയർ, ഇപ്പം ത്രെഡിങ്, അതേപോലെ ഹെയർ കളറിങ്, ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ആളുകൾ കൂടുതലും ഇൻസ്റ്റഗ്രാം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇൻഷുറൻസ് പിന്നെ അതേപോലെ എന്താ പറയുക, പിന്നെ ബിൽഡിങ്, വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ടേഴ്സ്, അവരൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയും ഫേസ്ബുക്കിലായിരിക്കും. കാരണം ഫേസ്ബുക്കിലായിരിക്കും ഇതേപോലെ കുറച്ച് ഓൾഡ് പിന്നെ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ആളുകളും അങ്ങനത്തെ ആളുകളൊക്കെ കൂടുതലുണ്ട്, അത് ഫേസ്ബുക്കിലായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ഇപ്പം B2B ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സാണ് നമ്മുടെ ഇത്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ബിസിനസ്, ഞാൻ വെബ് ഡിസൈനിങ് ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ചെയ്യുന്നത് B2B ആണ്. എന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ക്ലയൻറ്റിന് ചെയ്യുന്നതിൻ്റെ കൂടെ ഡബിൾ വർക്ക് ചെയ്യുന്നത്, കൂടുതലും ഏജൻസികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ B2B ഫോക്കസ്ഡ് എന്ന് വെച്ചാൽ അവരൊരു ബിസിനസ്സാണ്, ഞാനൊരു ബിസിനസ്സാണ്. അപ്പം അവരുമായി കണക്ട് ചെയ്ത് ഒരു കൊളാബറേഷൻ ലെവലിൽ പോകുമ്പോൾ ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ B2B ബിസിനസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു സാധനമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഉള്ളത് ട്വിറ്ററാണ്. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒഫീഷ്യൽസ് ലൈക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി, അതേപോലെ നമ്മളെ മുഖ്യമന്ത്രി, അങ്ങനത്തെ ഒക്കെ, പിന്നെ സിനിമാ നടന്മാർ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് ട്വിറ്ററിലൂടെ ഓരോ അവരുടെ കമൻറ്റുകൾ, അഭിപ്രായക്കാർ. നമ്മൾ ആ ഒരു ലെവലിലേക്കൊന്നും ഇല്ലെങ്കിലും ലിങ്ക്ഡിൻ വരെയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. ലിങ്ക്ഡിൻ മസ്റ്റ് അല്ല, പക്ഷേ നമ്മുടെ മാർക്കറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മസ്റ്റാണ്. മെറ്റയിലുള്ള ഈ രണ്ട് പ്ലാറ്റ്ഫോം മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. ഇന്ത്യൻ ബേസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ മെറ്റ ആൻഡ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ UAE-യിലൊക്കെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത്, നമ്മൾ സ്നാപ്ചാറ്റ് ആഡ്സ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ടിക്ടോക്ക് ആഡ്സ് നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. ടിക്ടോക്ക് ആണ് നമുക്കിപ്പോൾ UAE പോലെയുള്ള GCC കൺട്രീസിലൊക്കെ ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് ഇതൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറായ ഒരു പ്ലാറ്റ്ഫോംസാണ്. അതിലാണ് കൂടുതലും സെയിൽ അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2026 സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഏതൊക്കെ കവർ ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് മെറ്റയിലുള്ള ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം, അതേപോലെ ലിങ്ക്ഡിൻ B2B ആണ് നമുക്ക് ഫോക്കസ് ചെയ്യുക. ട്വിറ്റർ അത്ര ആളുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസ്സിനല്ല, നമ്മളൊരു ജോലിയായി ഇപ്പോൾ പുറത്തോട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ലിങ്ക്ഡിനിലുള്ള ആഡ്സ് പഠിക്കണം. ലിങ്ക്ഡിൻ ആഡ്സ് അല്ല, ലിങ്ക്ഡിൻ മാനേജ് ചെയ്യണം എങ്ങനെയാണ്, അതെങ്ങനെ നമ്മുടെ ഒരു ഒഫീഷ്യലായിട്ട് എങ്ങനെ അത് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ ആ ഒരു അക്കൗണ്ട് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ അത് ത്രൂ ആഡ് എങ്ങനെ ചെയ്യണം. പിന്നെ അതേപോലെ ടിക്ടോക്കിൽ എങ്ങനെ ആഡ് ചെയ്യണം, ടിക്ടോക്കിൽ എങ്ങനെ ബേസിക് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് വളരെ മസ്റ്റാണ്. ഈ 2026 UAE-യിലേക്കൊക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ GCC കൺട്രീസിലേക്ക്, കാനഡ, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും അയർലൻഡൊക്കെ പോലത്തെ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ആണ് ടിക്ടോക്ക്. എന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ്സ് പോലത്തെ ആപ്പ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ തന്നെ എഡിറ്റ്സ് പോലത്തെ ആപ്പിലോ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ക്യാപ് കട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഹൈ ലെവൽ എഡിറ്റിംഗ് ഒന്നും ഇപ്പം കമ്പനികൾക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഓരോ സമയത്തും ഓരോ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ. എന്ന് വെച്ചാൽ പണ്ട് സോഷ്യൽ മീഡിയയിൽ വർക്കായത് ഹാഷ്ടാഗ്സ്, അതേപോലെ ടൈറ്റിൽസ്, നല്ല ക്യാച്ചി ആയിട്ടുള്ള ഇമേജസ് ഒക്കെയാണ്. പക്ഷേ ഇന്ന് 2026 അങ്ങനെ 2026 അട്രാക്റ്റീവായ ഹുക്ക് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 2027, 28 പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതായിരിക്കില്ല വർക്കാവുന്നത്. അപ്പോൾ 2026 സോഷ്യൽ മീഡിയ ഏതൊക്കെ മാനേജ് ചെയ്യണം, ഏതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നാലാമത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് 2026 നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് കംപ്ലീറ്റ്ലി ഒരു ഹൈ എൻഡ് വീഡിയോ എഡിറ്ററോ ഹൈ എൻഡ് ഗ്രാഫിക് ഡിസൈനറോ പ്രൊഫഷണൽ ബ്രാൻഡിങ് സ്പെഷ്യലിസ്റ്റ് ആവണമെന്നല്ല. അത്യാവശ്യം ക്യാൻവ ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ കമ്പനിക്ക് ജസ്റ്റ് ഒരു സ്ലൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു PPT, ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇൻഹൗസ് ആയിട്ട് നിങ്ങളുടെ പിന്നെ ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാനുള്ള ഒരു മിനിമം നോളജ്. ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ എങ്ങനെ ക്യാൻവ ഉപയോഗിക്കണം, എങ്ങനെ ക്യാൻവ ഉപയോഗിച്ച് അത്യാവശ്യം ഒരു പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഒരു ടൂർ പോകണം, അപ്പോൾ നമുക്കൊരു പോസ്റ്റർ ആക്കണം. അല്ലെങ്കിൽ ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേ, അല്ലെങ്കിൽ ഇപ്പം ഓണം, അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ ഈദൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വിഷിംഗ് പോസ്റ്റർ ആക്കണം.
ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെറുതെ ഇപ്പൊ പുറത്തുള്ള കമ്പനിക്ക് ഇപ്പൊ നമ്മുടെ അടുത്ത ഏജൻസിന് നമ്മൾ ചെയ്യുന്ന ഒരു 400 രൂപ 500 രൂപയൊക്കെ ഒരു പോസ്റ്റിന് നമുക്ക് പേ ചെയ്യണം. അപ്പൊ ഈ ക്യാൻവ പഠിച്ചു കഴിഞ്ഞാൽ ക്യാൻവ അല്ലെങ്കിൽ ഫിഗ്മ അല്ലെങ്കിൽ ഇപ്പം ക്യാൻവേന്റെ തന്നെ അഫിനിറ്റി എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂട്യൂബിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 2026 നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത്യാവശ്യം വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ക്യാപ് കട്ട് വെച്ചിട്ട് അതേപോലെ ക്യാപ് കട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്യാപ് കട്ട് വെച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ 2026 മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പുറമെ അഡീഷണലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് 2026 ഏതൊക്കെ മേഖലകൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യണമെന്നാണ്. അതിൽ വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞു, ഗൂഗിൾ മാപ്പ് നമ്മൾ പറഞ്ഞു, സോഷ്യൽ മീഡിയ നമ്മൾ പറഞ്ഞു, അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞു. ഇനി ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ അത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ആവാത്ത ഒരു കാര്യം കൂടിയാണ് SEO എന്ന് പറയുന്നത്. ആസ് എ സ്മോൾ ബിസിനസ് SEO ചെയ്തിട്ട് വെബ്സൈറ്റ് റാങ്ക് ആക്കി കസ്റ്റമറെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഒരു പണിപ്പെട്ട കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. നമുക്ക് അതിന് കുറച്ചും കൂടി എഫേർട്ട് ഇടാനും കുറച്ച് ഫണ്ട് മുടക്കാനും ഉള്ള ഒരു ത്രാണി കൂടി അതിന് വേണം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് വെച്ചാൽ ബിഗ്ഗസ്റ്റ് കമ്പനീസ് SEO ചെയ്യുന്നുണ്ട്. ഞാൻ ബിഗ്ഗസ്റ്റ് കമ്പനീസ് അല്ല പറയുന്നത്. നമ്മളൊരു സ്മോൾ സലൂൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ബേക്കറി നടത്തുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ മെറ്റൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു തുണിക്കട നടത്തുന്ന ആയിക്കോട്ടെ, ലോക്കൽ ഏരിയയിൽ ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്താണ് ഞാൻ SEO അത്ര എഫക്റ്റീവ് അല്ല 2026 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പാണ് കൂടുതൽ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൽ SEO സൈഡിൽ ഗൂഗിൾ മാപ്പിന്റെ SEO ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിന്റെ SEO ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല, ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്റർ ആണ്. ഗൂഗിളിൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാനും അതുവഴി കുറച്ചെങ്കിലും സെർച്ചസ് നമുക്ക് ഇന്ത്യയിൽ കുറച്ചെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി ഉറപ്പാണ്. ബട്ട് നമ്മുടെ സ്മോൾ ബിസിനസ്സിന് ഇതേപോലെ ലീഡ് ജനറേറ്റ് ചെയ്യുക, അത് ത്രൂ SEO ത്രൂ എന്താ പറയുക സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ലോക്കൽ ബിസിനസ് ആണ് പറയുന്നത്, ഇന്റർനാഷണൽ ബിസിനസ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഓൾമോസ്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പല മേഖലകളും, ഞാനിപ്പോൾ പറയാത്ത പല മേഖലകളും ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 2026 ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് സെക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് ഈസ് എ മസ്റ്റ് ഇൻ 2026 ഇഫ് യു ഹാവ് എ ബിസിനസ്, ലൈക്ക് ഈവൻ ഇഫ് യു ഹാവ് എ ലോക്കൽ ബിസിനസ്, വെബ്സൈറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ബിസിനസ് നിർബന്ധമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇപ്പം ലോക്കൽ ബിസിനസ് ആയാലും ഇന്റർനാഷണൽ ബിസിനസ് ആയാലും നമ്മുടെ കീവേഡിനെ റാങ്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം ബാർബർ ഷോപ്പ് നിയർ മീ എന്നൊക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഗൂഗിൾ മാപ്പ്. തേർഡ് വൺ ഈസ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമർ ആരാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി മാത്രം ചെയ്യുക. ഏത് പ്ലാറ്റ്ഫോമാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. നമ്മുടെ കസ്റ്റമറിൻ്റെ ഏജ് മനസ്സിലാക്കി ഏത് പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. നാലാമത്തത് നമ്മൾ പറഞ്ഞത് ഗ്രാഫിക് ഡിസൈനിങ്, അത്യാവശ്യം പോസ്റ്ററും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒരു നോർമൽ നോളജ് മാത്രം ഉണ്ടാക്കിയെടുക്കുക. എൻഡ് വീഡിയോ എഡിറ്റിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം എല്ലാം നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ അഞ്ചാമത്തെ പറഞ്ഞത് SEO ആണ്. SEO അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും SEO പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, SEO ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് ത്രൂ ലീഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എഫക്റ്റീവായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴാണ്, ഈ വർഷമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം. ഇനി നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഏതൊക്കെ ഏരിയാസ്, ഇപ്പം നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു SEO അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ്, മറ്റൊരു കമ്പനിയാണ് ചെയ്യുന്നെങ്കിൽ കൂടി നിങ്ങൾ ഈ കാര്യം അവരോട് പറയുക, എനിക്ക് ഇന്ന ഫീൽഡാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഈ ഫീൽഡൊക്കെ ഫോക്കസ് ചെയ്യും. ഓക്കെ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക, ഇന്ന ഫീൽഡാണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളിടത്ത് എന്താ പറയുക, നമുക്ക് കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് ഓഫാക്കി ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും ഇപ്പോൾ അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ലോക്കൽ ബിസിനസ്സിന് കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസിന് ഒരു ഗ്രോത്ത് ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതേപോലെ ഇത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇത്ര എക്സ്പ്ലെയിൻഡ് ആയിട്ട് പഠിക്കണം. ഇത് അധികം ഒന്നും എക്സ്പ്ലെയിൻ ആക്കിയിട്ടില്ല. അപ്പം ഇതിലും ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്.